ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ അവൻ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഉണ്ണേട്ടൻ ഫസ്റ്റ്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ, ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ, അപ്പൊ കാണും മാർക്ക്. ആ, അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമയുടെ അല്ലേ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് ഞാൻ ഇതിന്റെ അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇത് ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായിട്ടരാ. അല്ല, ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസാന്ന് പറയുന്നു? നമ്മൾ ഈ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ? അതിന് പകരം ഇവൻ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ, ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം. റീറ്റെയിൽ സീ ഫുഡ് മാത്തച്ഛൻ. അതെടാ, മീ മാത്തച്ഛൻ തന്നെ. ഒന്ന് നീട്ടി പിടിച്ചോണേ. 3000. മത്തി കയറ്റി ലോറി തെക്കോട്ട് വിട്ടോ നീ? ആ, ചില്ലറ കച്ചവടക്കാർക്കും കൊടുത്തേക്ക്. അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ? എന്നാടാ, ഒന്ന് ഉറക്കെ പറയടാ. ഇങ്ങനൊക്കെ വന്നാ നല്ലായിരിക്കില്ലേ? പറയണ്ടേ, ലൈറ്റിംഗ് ഒക്കെ മാറ്റണം. ഒപ്പാസിറ്റി ഒന്ന് പിടിച്ചിട്ട് ഡോഡ്ജ് സ്മഡ്ജ് ഷാർപ്പൻ ചെയ്തെടുത്താ സംഭവം കിടക്കും. വർക്ക് എടുക്കാം. എടാ, നമ്മുടെ കൊല്ലം പറമ്പിലുകാരുടെ ബന്ധുവാ, ബോംബെയിലുള്ള സച്ചിൻ എന്നാ പേര്. ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകും. രാവിലെ നമുക്ക് വേണ്ടി മാച്ച് കളിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറുടെ കൂടെ കളിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ഒരു രക്ഷയില്ലാത്ത കളിയാ, നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയതാ. കണ്ടാ മതി മോനെ, പുള്ളി തകർക്കും. അതേ നിക്കുന്നു. അരേ സച്ചിൻ ഭായ്, രമേശൻ വന്നില്ലല്ലോ. വരുവടാവൻ. പേടിക്കണ്ട, സച്ചിനുണ്ട്. ജോസഫൻ ടൗണിൽ നിന്ന് സൂപ്പർ കളിക്കാരെ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടെ. കേരള പ്ലേയേഴ്സാ. അത് ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരുത്തൻ സെമിയില് 3 ഓവർ 6 വിക്കറ്റ് എടുത്ത്. അത് കേരള ടീമില്ലേ? ബോംബെ ടീമിലെ ആളല്ലേ നമ്മുടെ കൂടെ. ഈ ശരിക്കുള്ള സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? ബോംബെയിൽ 2 സച്ചിനാ ഉള്ളത്. തലയിലെഴുത്ത് ശരിയല്ലെന്ന്. ഇവൻ ഏത് സമയം ഇങ്ങോട്ട് അടിച്ചിട്ടാണോ നേരമുള്ളൂ. എത്രാമത്തെ പന്താണ് നീ അടിച്ചു കളഞ്ഞത്? നീ ആരാ? വീതിയെ റിച്ചാർഡ്സ്. ഇനി കാട്ടിലേക്ക് അടിച്ച് ഔട്ട് വെക്കോട്ടോ. സ്വന്തം ടീം ഔട്ടാണെന്ന് സ്റ്റംപ് ചെയ്യുന്നത്. ഒന്ന് പോയടക്കം. മനസ്സിൽ ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ഇപ്പത്തെ പണിക്കാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഓരോരോ പാട്ടിന് പോകും. ഓ, പാട്ടിന് പോകാൻ ഓലെന്താ പാട്ടാരാ? പണിക്കാരല്ലേ? അന്നോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡില്ലാത്ത കോമഡി അടിക്കല്ലേ. കേക്ക് നാളെ നിലവാരം വെച്ചിട്ട് ഈ സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെ കൂടുതലാ. അതിന് വേറെ ആരാ ഇവിടെ കേക്കാൻ? നിങ്ങൾ തന്നെയാണ്. ദൈവമേ, ഏത് തെണ്ടിയാണ് വെൽക്കം കണ്ടുപിടിച്ചത്? ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല,
ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 റുപ്യ തരി, ഇങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? ഞാൻ തന്നെ പിരിച്ചുവിടുന്നില്ല, പക്ഷേ മേലിൽ ഡോണ്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മാഡം. യെസ്, ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. നിന്റെ കയ്യിലുള്ള ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് സൂക്ഷിക്കൽ നിന്റെ കടമയാണ്. അതിന് പറ്റില്ലെങ്കിൽ ഈ ജോലിക്ക് നിൽക്കരുത്. ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഡോക്യുമെന്റ്സ് ഹാർഡ് കോപ്പി ആക്കി ഓഫീസ് ലോക്കറിൽ വേണം വെക്കാൻ. അതാണ് രീതി. യു കാൻ ട്രസ്റ്റ് ദീസ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ്. എന്നോട് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? നിനക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തോടെ? അതെങ്ങനെയാ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ? സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നു. ഹരിതാ നായരുടെ ആയിരിക്കും 8ാമത്തെ ക്ലിപ്പ്. അവളുടെ കണ്ട പോലീസ് പൊക്കൂട്ടാ ഷാജിയേട്ടാ. അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ? ഒച്ചയായിട്ടവർക്കാണോ കേസ്? തെറ്റ് ചെയ്യാത്തവരായി ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ടേ. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡെ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ എടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. ഇരുളകലുന്നൊരു പുലരി സൂര്യമുഖ, ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖ, ഇനിയൊരു പുതിയ മുഖം. മീന ടീച്ചർ 50, ദുബായ്ക്കാരന്റെ ഭാര്യ 60. അല്ല, നിങ്ങൾ കണക്ക് കൂട്ടി കുത്തിരിക്കാ? എന്തേ? പറഞ്ഞില്ലേ? ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. All the good moments we had. I'll miss you. നിന്റെ കൂടെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ thank you for everything. എനിക്ക് മഹേഷേട്ടനെ മറക്കാൻ പറ്റുമെന്നത് എനിക്കറിയില്ല. ഞാൻ ഒരു ധൈര്യം ഇല്ലാത്തോളം മഹേഷേട്ടാ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരൂ. എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. എന്ത് ധൈര്യത്തിലെ ഈ ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. All the dreams like twinkle stars, the twinkle stars like glowing gems. Yappo. But the gems are floating like gems and sperms. പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു.
പൊട്ടും അടുത്ത നിമിഷം പൊട്ടിച്ചത് തനിക്ക് ഞാൻ പൊട്ടിക്കാവിടോ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും നമ്മൾ എന്തുകൊണ്ട് തോറ്റു? എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? അത് കിടക്ക് തീവർത്ത് കാലക്ക്